സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ബാധിതാക്ഷാൻ ഗുരുഭവനപുരേഹന്ത ഭാഗ്യം ജനാനാം. നമസ്കാരം. സനാതനധർമ്മ സംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പേര് 35-ാമത്തെ ദശകത്തോടു കൂടിയിട്ട് ശ്രീമദ് രാമായണം നമ്മൾ നാരായണീയത്തിൽ അവസാനിപ്പിച്ചു. 36-ാമത്തെ ദശകത്തിൽ പരശുരാമചരിതമാണ് വർണ്ണിക്കുന്നത്. ശാർദൂല വിക്രീഡിതം ആണ് വൃത്തം. ശ്ലോകം: അത്രേ പുത്രതയാ പുരാ ത്വം അനസൂയായാം ഹി ദത്താഭിധോ ജാതശിഷ്യനിബദ്ധതന്ത്രിതമനാ സ്വസ്ഥചരൻ കാന്തയാ ദൃഷ്ടോ ഭക്തതമേന ഏകയമഹീപാലേന തസ്മൈ വരാനഷ്ടൈശ്വര്യമുഖാൻ പ്രദായ ദദിത സ്വയനേവ ചാംദേവധം. അതിൻ്റെ പൂർവകഥ ആദ്യം പറയുകയാണ്. ഒരു ഗുരുവായൂരപ്പ, ത്വം പുരാ അത്രേ അങ്ങ് മുമ്പ്, അത്രേ പുത്രതയ അത്രി മഹർഷിയുടെ പുത്രനായിട്ട് അനസൂയയിൽ ദത്താഭിത ദത്തൻ എന്ന പേരോടുകൂടി ജനിച്ചല്ലോ. പൂർവചരിത്രം. ഭഗവാന്റെ ഒരു കഥയുണ്ടല്ലോ, ഭഗവാന്റെ ജനന കഥ. അത്രി മഹർഷിക്ക് പുത്രൻ ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഭഗവാൻ ദത്താത്രേയനായിട്ട് അത്രിയിലും അനസൂയയിലും അവതരിച്ചു എന്നുള്ള കഥയാണ് ഇവിടെ അനുസ്മരിക്കുന്നത്. അവതരിക്കുകയുണ്ടായല്ലോ. പുരാ അത്രേ അനസൂയായാം പുത്രതയ, അത്രിയിലും അനസൂയയിലും പുത്രതയെ പ്രാപിച്ചു. എന്ത് പേരോട് കൂടിയിട്ട്? ദത്താഭിത, ദത്തൻ എന്ന അഭിധാനം പേരോട് കൂടിയിട്ട്. അത്രേ പുത്രതയ, അതായത് പുരാ എന്ന് തുടങ്ങണം. പുരാ പണ്ട്, അത്രേ അനസൂയായാം ദത്താഭിതോ ജാത, ദത്തൻ എന്ന പേരോട് കൂടിയിട്ട് അങ്ങ് ജനിച്ചില്ലേ. എന്നിട്ട് എന്തുണ്ടായി? ശിഷ്യനിബന്ധതന്ത്രിതമനാ സ്വസ്ഥ കാന്തയാചരൻ, ശിഷ്യന്മാർ അനുവർത്തിക്കുന്നതിൽ നിരുത്സാഹനായി നിവൃത്തിമാർഗം അവലംബിച്ചു. ചില മഹാത്മാക്കൾക്ക് ഈ പ്രപഞ്ചത്തോട് വല്ലാതെ വിരക്തി വന്നാൽ, ഒരു ഘട്ടെത്തിയാൽ ഈ പ്രപഞ്ചത്തിനോട് തന്നെ വിരക്തി വരും. യഥാർത്ഥ വിരക്തിയുടെ ആ ഒരു ലക്ഷണം, പിന്നെ അവർക്ക് ഒന്നിലും സ്ഥാനത്തിലോ മാനത്തിലോ നേട്ടത്തിലോ ഒന്നിലും ഒരു താല്പര്യം ഉണ്ടാവില്ല. യഥാർത്ഥ വിരക്തി എന്ന് പറയുമ്പോൾ അതാണ്. എത്രയോ ഭാഗവത ആചാര്യന്മാർ സപ്താഹമൊക്കെ നിർത്തി സ്വസ്ഥമായി കഴിയാറുണ്ട്. ആരോഗ്യത്തിനോ സംസാരിക്കാനോ ഓർമ്മശക്തിയോ പ്രശ്നം ഉണ്ടായിട്ടൊന്നുമല്ല അവർക്ക്. കാരണം അവർക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രാവർത്തികമാക്കണ്ടേ, പറഞ്ഞാൽ മതിയോ? അപ്പോൾ ഇത് പറയലും വായിക്കലും ദക്ഷിണ വാങ്ങലും പേര് കിട്ടലും ആയാൽ എന്തുണ്ടാവില്ല? അതിൽ പറയണതല്ല ആവില്ല ചിലപ്പോൾ. അതിൽ പറയണത് കംപ്ലീറ്റ് നിവൃത്തി മാർഗ്ഗമാണ്. ഭാഗവത്തിൽ നിവൃത്തി മാർഗം തന്നെയാണ്, സംശയമൊന്നും വേണ്ട. ഏത് ഭാഗവത്തിലും പ്രവൃത്തി മാർഗത്തെ അനുകൂലിക്കണില്ല. അത് ചെയ്യാം, പക്ഷെ ഒരു ഘട്ടം കഴിയുമ്പോൾ ചില ആളുകൾക്ക് ഒന്നും കൂടി പ്രവൃത്തിയിൽ നിന്ന് പിന്മാറണം എന്ന് തോന്നും. ഒന്നും കൂടി. കാരണം ഈ പ്രവൃത്തിയും നിവൃത്തിയും കൂട്ടി യോജിപ്പിക്കുക എന്ന പദ്ധതി പ്രവൃത്തി ചെയ്തുകൊണ്ട് ബുദ്ധിമുട്ടാണ് എന്ന് തോന്നിയാൽ പ്രവൃത്തി കുറേയും കൂടി കുറയ്ക്കുക. തീരല്ലാണ്ടേക്കാൻ പറ്റില്ല, ശരീരത്തെ സംരക്ഷിക്കണമല്ലോ. അപ്പം അതാണ് ഇവിടെ പറഞ്ഞത്, ശിഷ്യനിബന്ധതന്ത്രിതമന. ഇനിയിപ്പോൾ ഈ ശിഷ്യന്മാരിങ്ങനെ കൊണ്ടു കിടക്കുക ഒന്നും വേണ്ട. കാരണം ശിഷ്യന്മാർ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാം, പലതും ഉണ്ടാവാം. ഒരു പൂർണ്ണ നിവൃത്തി മാർഗം അല്ലെങ്കിൽ ഒരു സ്വസ്ഥത അതിലുണ്ടാവില്ല ശിഷ്യന്മാരെ കൊണ്ടു കിടന്നതെന്നാണ്. ചില സന്യാസിമാർ ശിഷ്യന്മാരെ ആർജിക്കാത്തവരുണ്ട്. ഈ ശിഷ്യന്മാർ വേണ്ട എന്ന് പറയുന്നവർ. പ്രത്യക്ഷത്തിൽ നമുക്ക് തോന്നും അവരുടെ വിദ്യ ആർക്കും പറഞ്ഞു കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ ശരിയാണോ? അങ്ങനെയല്ല. പറഞ്ഞു കൊടുക്കാൻ പഠിച്ചിട്ടല്ല, അത് പൂർണ്ണ നിവൃത്തി മാർഗത്തിലേക്കുള്ള ഒരു പിന്തിരിയലാണ്. അത് ശിഷ്യനിബന്ധതന്ത്രിതമന, ആ ശിഷ്യന്മാർ അനുവർത്തിക്കുന്നതിൽ ഇനി അതൊന്നും വേണ്ട എന്ന് കരുതി സ്വസ്ഥചരൻ കാന്തയ, സ്വസ്ഥം കാന്തയാ ചരൻ,
സ്വസ്ഥമായിട്ട് തൻ്റെ പത്നിയോട് കൂട്ടി സഞ്ചരിച്ചു. വാനപ്രസ്ഥം എന്ന് പറയാം. വാനപ്രസ്ഥത്തിൽ പത്നി അലൗഡാണ്. പത്നിയാവാം, പക്ഷെ വാസം കാട്ടിലാവണം. കായികനികളോ എന്താ വെച്ചാൽ അതൊക്കെ കഴിച്ച് ആശ്രമത്തിൽ പത്നിയോട് കൂടി കഴിയാം. വേറെ ബന്ധമൊന്നുമില്ല. പുത്രന്മാരടക്കം ബന്ധം പാടില്ല. എല്ലാ ബന്ധവും വിട്ട് തൻ്റെ പത്നി ആവാം എന്നാണ്. അതിന് വാനപ്രസ്ഥത്തിൽ പത്നിയുണ്ട്, സന്യാസത്തിൽ പത്നി ഇല്ല കേട്ടോ. അതില്ല. വാനപ്രസ്ഥത്തിലാവാം. കാന്തയോട് കൂടിയിട്ടുള്ള സന്യാസം എന്ന് വേണമെങ്കിൽ പറയാം, മറ്റൊന്നുമില്ല. സ്വസ്ഥച്ചരൻ കാന്തയ, കുറേയും കൂടി നിവൃത്തി മാർഗത്തിൽ ശിഷ്യന്മാർ വേണ്ട എന്നങ്ങനെ കരുതി ആദ്യം കുറേയൊക്കെ ഉണ്ടായിരുന്നു എന്നർത്ഥം. അതൊക്കെ വിട്ട് എന്നിട്ട് എന്തുണ്ടായി? ഭക്തതമേന ഹേകയമഹീപാലേന ദൃഷ്ട, അത്യന്ത ഭക്തിയോട് കൂടിയിട്ട് കാർത്യവീരാർജുനനാൽ ദർശിക്കപ്പെട്ടവനായി ഭവിച്ചു. അത് രാജാവ് കാർത്യവീരാർജുന ക്ഷത്രിയൻ. ഇദ്ദേഹത്തെ വലിയ ബഹുമാനമാണ് ദത്താത്രേയന്. എന്നിട്ട് എന്ത് ചെയ്തു? അദ്ദേഹത്തിന് അഷ്ടൈശ്വര്യ സിദ്ധി മുതലായ വരങ്ങൾ കൊടുത്തു. രാജാവ് നമസ്കരിച്ചു. എന്താ വേണ്ട വെച്ചു. അഷ്ടൈശ്വര്യ സിദ്ധി ചോദിച്ചാലും ചോദിച്ചില്ലെങ്കിലും ഇവിടെ കൊടുത്തു എന്ന് പറയുന്നുണ്ട്. മനസ്സിലാക്കിയവർ ചോദിച്ചാലും വേണ്ടില്ല, ചോദിച്ചില്ലെങ്കിലും വേണ്ട കൊടുക്കണ്ടായി. അഷ്ടൈശ്വര്യ സിദ്ധി ആ രാജാവിന് പ്രദാനം ചെയ്തു. ഇനിയിപ്പോൾ എന്താ വേണ്ട? അഷ്ടൈശ്വര്യ ദൂരദർശനം, ദൂരശ്രവണം, ധനമൊക്കെ ഇങ്ങോട്ട് കയ്യിൽ വരണം എന്ന് വിചാരിച്ചാൽ എന്ത് വേണമെങ്കിലും വരിക. കാരണം അഷ്ടൈശ്വര്യ അണിമ, മഹിമ, ലഹിമ, ഗരിമ, പ്രാപ്തി, പ്രാകാശ്യം, ഈശിത്വം, വശിത്വം, കാമാവസീയത, ഇതൊക്കെയാണ് 8 സിദ്ധികൾ. ചില്ലറ സിദ്ധിയൊന്നും അല്ലാതെ. ദുര്യോധനനുണ്ടായിരുന്നു എന്നാണ്. എത്ര ധനം വേണമെങ്കിലും ഇന്നുണ്ട് എന്നാണ് പറയണത് ചില ആളുകൾ. അഷ്ടൈശ്വര്യ സിദ്ധിയുള്ളവർ കുറവാണ്, ഉണ്ടത്രേ, അറിയില്ല കേട്ടോ. അപ്പോൾ ആ അഷ്ടൈശ്വര്യ സിദ്ധി കാർത്തവീരാർജുനന് കിട്ടിയപ്പോൾ അദ്ദേഹത്തിന് വല്ലാത്ത സന്തോഷവും അഹങ്കാരമൊക്കെ ഉണ്ടായി. ഈ ദത്താത്രേയനെ ഭജിച്ചവർക്ക് പല സിദ്ധികളും ഉണ്ടാവും എന്നൊരു വിശ്വാസം എപ്പോഴും നിലക്കുണ്ട്. ഉത്തരേന്ത്യയിൽ ഈ ദത്താത്രേയൻ്റെ ഭജനം ക്രയമാണ്. ഭജനയിട്ട് ചെല്ലുക, പ്രാർത്ഥിക്കുക, ക്ഷേത്രമുണ്ട്. ദത്താത്രേയൻ അവിടെ ഒരു പ്രാധാന്യം കൂടുതലുണ്ട്. നമുക്കിവിടെ ദത്താത്രേയൻ അത്ര കേട്ടിട്ടോ സുപരിചിതനോ അല്ല. പക്ഷേ നോർത്ത് ഇന്ത്യയിൽ അങ്ങനെയല്ല. ദത്താത്രേയ ഭക്തന്മാർ ഒരുപാടുണ്ട്. പല സിദ്ധികളും അദ്ദേഹത്തെ ഭജിച്ചവർക്ക് കിട്ടുന്നതാണ്. അഷ്ടൈശ്വര്യമുഖാൻ വരാൻ പ്രദായ, ഭഗവാൻ എന്ത് ചെയ്തു? നമസ്കരിച്ചതല്ലേ എന്ന് വിചാരിച്ച് രാജാവിന് അഷ്ടൈശ്വര്യ സിദ്ധി കൊടുത്തു. എന്നിട്ടോ അന്തേ സേന ഏവ വതഞ്ച ദരിത, അങ്ങേക്ക് മരിക്കാണ്ടിരിക്കാൻ വയ്യിലോ, ജനിച്ചവർക്കൊക്കെ മരിക്കണം. പക്ഷെ അത് എന്നാലാവും. വലിയൊരു ഭാഗ്യമാണ്. ഹിരണ്യാക്ഷനാണെങ്കിലും ഹിരണ്യേശ്വരനാണെങ്കിലും രാവണനാണെങ്കിലും ഭഗവാന്റെ കൈ കൊണ്ട് മരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഭാഗ്യമുണ്ട്. കാരണം അതിന് ശേഷം മുക്തിയാണ്. ഈ ജന്മമില്ല, ദുഃഖമില്ല, സംസാരബന്ധനം ഇല്ലല്ലോ. വലിയൊരു ഭാഗ്യം. അതുകൊണ്ട് നീ മരിക്കുകയാണ് വെച്ചാൽ എൻ്റെ കൈ കൊണ്ടേ മരിക്കൂ. സന്തോഷമായി. ഇനിയിപ്പോൾ അതിലും ഇതെന്താ വേണ്ടത്? ഭഗവാന്റെ കൈ കൊണ്ട് മരിക്കാവുന്ന മഹാഭാഗ്യം. എന്തായാലും മരിക്കും തീർച്ചയല്ലേ. അന്തേ സ്വേന ഏവ വധം, തന്നാൽ തന്നെ വധം ച ദദിത, പ്രദാനം ചെയ്തു. അത്രിയുടെ പത്നിയായിട്ടുള്ള അനസൂയയിൽ പുത്ര ദത്താത്രേയൻ, ദത്താപിതോ, ദത്തൻ എന്ന നാമധേയത്തോടു കൂടി അവതരിച്ച് ശിഷ്യന്മാരുടെ സംഘം കുറേ കാലം കൊണ്ടു നടന്നു. അതിനുശേഷം അതൊക്കെ വേണ്ട എന്ന് വിചാരിച്ചു. നിബന്ധതന്ത്രിതമന, അത് വേണ്ട എന്ന് വിചാരിച്ച് ശിഷ്യന്മാർ അനുവർത്തിക്കുന്നതിൽ നിരുത്സാഹമായ മാർഗത്തോട് കൂടിയിട്ട് സ്വസ്ഥച്ചരൻ കാന്തയ, ഈ ഭാര്യ മാത്രം മതി എന്ന് പറഞ്ഞ് സ്വസ്ഥമായി സഞ്ചരിച്ചുവല്ലോ ഗുരുവായൂരപ്പ. ദൃഷ്ടോ ഭക്തതമേന ഹേഹയമഹീം, ഭക്തതമേന ഹേഹയമഹീപാലേന ദൃഷ്ടോ, ഭക്തസ്തംസനായിരിക്കുന്ന ഹേഹയ ചക്രവർത്തിയായിട്ടുള്ള കാർത്യവീരാർജുനാൽ കാണപ്പെടുകയും ആ സമയത്ത് അദ്ദേഹത്തിന് അഷ്ടൈശ്വര്യമുഖാൻ പ്രദായ, അഷ്ടൈശ്വര്യ സിദ്ധി കൊടുക്കുകയും ചെയ്തു. ഒടുവിലോ സ്വനൈവചാന്തേ വധം, അങ്ങയാൽ തന്നെയുള്ള വധം ഉണ്ടാവുമെന്നുള്ള അനുഗ്രഹവും കൊടുത്തു. നല്ല അനുഗ്രഹങ്ങളാണ് കൊടുത്തത്. അണിമ, മഹിമ, ലഹിമ, അതൊക്കെയാണ് അഷ്ടൈശ്വര്യ സിദ്ധികൾ. ഇനി അടുത്തതായിട്ട് സത്യം കർത്തുമഥ അർജുനസ്യ ചവരം തച്ചക്തിമാത്രാനദം ബ്രഹ്മദേശിതദാഖിലം നൃപകുലം അന്തം ജഭൂമേത്പരം സഞ്ജാതോജമരഗ്നിധോ മൃഗകുലേ ത്വന്റേണുകായാം ഹരേ രാമോ നാമ തദാത്മജേഷവരജ പിത്രോരഥാ സമ്മതം. ഇനിയാണ് അവതാരം പറയണത്, പരശുരാമാവതാരം. ഹേ
ഹരേ ത്വം അർജുനസ്യ വരം സത്യം കർത്തും. കാർത്തവീരാർജുനൻ നർത്തം, ചുരുക്കിപ്പനാണ് അർജുനൻ. കാർത്തവീരാർജുനന് കൊടുത്ത വരം സത്യം കർത്തും, ഭഗവാൻ വരം കൊടുത്ത സത്യമാണ്ടിരിക്കില്ലല്ലോ, സത്യമാക്കി തീർക്കാൻ വേണ്ടിയിട്ട്, ഫലിക്കാൻ വേണ്ടിയിട്ട് സത്യം കർത്തും. അർജുനസ്യ വരം സത്യം കർത്തും, അർജുനന് കൊടുത്തതായിട്ടുള്ള വരം സത്യമാക്കാൻ വേണ്ടിയ കൊണ്ട് ബ്രഹ്മദേശി ഭൂമേ വരം തഥാ വേദത്തെ, അത് ബ്രാഹ്മണരെ ദ്രോഹിക്കുന്നതും ഭൂമിക്ക് ഭാരമായി തീർന്നതുമായ ആ കാലത്ത് കാർത്തവീരാജൻ്റെ പരാക്രമം കൊണ്ട് മാത്രം ഒതുങ്ങി നിന്നതായ മുഴുവൻ രാജവംശത്തെയും നിഗ്രഹിക്കുന്നതിനു വേണ്ടി എന്തിനാണ് പരശുരാമാവതാരം എന്ന് ആദ്യം തന്നെ പറഞ്ഞിരിക്കുകയാണ്. ഉദ്ദേശം ബ്രഹ്മദ്വേഷികളെ കൊല്ലാൻ. കഥകളുണ്ട്. എന്താ വെച്ചാൽ ഈ കാർത്തവീരാർജുനൻ കാരണം ഉണ്ടാവണല്ലോ. ജമദഗ്നി മഹർഷിയുടെ അവിടെ വന്നു. ഭഗവാന്റെ പിതാവാണ് ജമദഗ്നി മഹർഷി, പരശുരാമൻ്റെ കേട്ടോ, പരശുരാമൻ്റെ പിതാവാണല്ലോ. അപ്പം ജമദഗ്നി മഹർഷി അവിടെ കാമധേനു ഉണ്ട്. എല്ലാവിധ വിഭവസമൃദ്ധമായിട്ട് ഈ കാർത്തവീരാജനെ സൽക്കൃത പുത്രൻ്റെ ഭക്തനാണ്. കൊടുത്തു, സദ്യ കൊടുത്തു. 64 വിഭവവും കൂട്ടവും എല്ലാം ഉണ്ടെങ്കിൽ ഇല്ലാത്തൊന്നുമില്ല. അങ്ങനെയുള്ള വിഭവം കൊടുത്തപ്പോൾ ഈ രാജാവിനൊരു തോന്നൽ, ഈ പശു ഈ കൂടിൽ നിന്നിട്ട് എന്താ കാര്യം, പർണശാലയിൽ ഇത് രാജകൊട്ടാരത്തിലല്ലേ നിൽക്കണ്ടേ. പണ്ടൊക്കെ അങ്ങനെയൊക്കെ ഒരു ഏർപ്പാട്. ഈ വിശിഷ്ടമായിട്ടുള്ള സാധനങ്ങളൊക്കെ രാജാവിന് ജപ്തി ചെയ്യാം എന്നാണ്. അതിന് നിയമം എവിടുന്നാണ് കൊടുക്കുന്നത് നിശ്ചയിലായ നിയമം ഉണ്ടായിരുന്നു അത്രേ. ഇപ്പോഴും ഉണ്ടത്. കാരണം വിശിഷ്ടമായിട്ടൊരു നിധി കുംഭം കിട്ടിയാൽ തഹസിൽദാരെ അറിയിക്കണം, വേണ്ടേ? അറിയിച്ചില്ലെങ്കിൽ കേസാണ്, അകത്താവും. കയ്യിലും കിട്ടിയിട്ട് വെച്ചാൽ സൂക്ഷിച്ചോളൂ, തഹസിൽദാരിനെ അറിയിക്കലാണ് ഇപ്പോഴത്തെയും പ്രോട്ടോക്കോൾ. അറിയിച്ചില്ലെങ്കിൽ പിന്നെ അവർ അറിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കുറ്റമാണ്. അറിഞ്ഞില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ വിശിഷ്ട വസ്തുക്കൾ രാജാവിന് തട്ടിയെടുക്കാം, അതൊരു വകുപ്പുണ്ടത്രേ. അത് കൊണ്ടുപോയി ഈ രാജാവ് കാർത്തവീരാജന്. കാരണം ഉണ്ടായതാണ്, ഭഗവാനാൽ വധമാണല്ലോ. അപ്പോൾ ജമദഗ്നിക്ക് സങ്കടമായി. രാമൻ വന്നു. എന്താ വെച്ചാൽ വല്ലാതെ ദുഃഖിച്ചിരിക്കണ, മുഖം കണ്ടറിയാലോ. അല്ല രാമ, നമ്മുടെ പശുവിനെ രാജാവ് കൊണ്ടുപോയി. അവളെയോ? കാമധേനുവിനെ കൊണ്ടുപോയി. അപ്പോൾ കൊണ്ടുപോണ്ട പറഞ്ഞില്ലേ അച്ഛൻ? കൊണ്ടുപോണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? രാമ രാജാവല്ലേ, ഞാനെന്താ ഒരു അശക്തനാണ്. രാജാവിൻ്റെ കയ്യിൽ വാളും സൈന്യവും കുന്തമൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മളെ എങ്ങനെയാണ് എതിർക്കുക? കേട്ടപ്പോൾ രാമൻ ഇങ്ങോട്ട് ദേഷ്യം വന്നു. നമ്മുടെ പശുക്കളെ കൊണ്ടുപോകാറായോ? അധികം പ്രസംഗി കാണിച്ചു കൊടുക്കാം. അവിടെ പോയിട്ട് സധൈര്യം ആ പശുവിനെ കൊണ്ടുപോകാൻ പുറപ്പെട്ടു. ചിലരൊക്കെ എതിർത്തില്ല, അവരെയൊക്കെ വധിച്ചു, രാജാവിനെയും വധിച്ചു. കാരണം സേനൈവ വധം, ഈശ്വരൻ താൻ തന്നെ കൊല്ലുന്ന വരം കൊടുത്തത് ഇപ്പോൾ സത്യാക്കാനാണ് ഈ പശു അപഹരണ കേസ് ഉണ്ടാക്കിയത്. രാജാവിൻ്റെ തലയിൽ വെട്ടി. രാജാവ് മരിച്ചപ്പോൾ സൈന്യങ്ങളൊക്കെ ഓടി. അങ്ങനെയാണല്ലോ, നേതാവ് പോയാൽ ബാക്കി അണികൾ പോയി എന്ന് പറഞ്ഞ പോലെ അവരൊക്കെ അവരുടെ പാട്ടിൽ ഓടിപ്പോയപ്പോൾ ആ പശുവിനെയും കുട്ടിയും കൂടി രാമൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇതാണ് കഥ. അതിനെയാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി സഞ്ജാതോ ജമദഗ്നിതോ മൃഗകുലേ ത്വരേണുകായാം ഹരേ രാമോ നാമ തദാത്മജേഷ്വരജ പിത്രോരഥാ സമ്മതം. അങ്ങനെ ജമദഗ്നിയുടെയും രേണുകയുടെയും പുത്രനായി പരശുരാമനായിട്ട് അവതരിച്ചു. എന്തിനു വേണ്ടിയിട്ട്? ബ്രഹ്മദ്വേഷിയായിട്ടുള്ള കാർത്തവീരാജനെ വധിക്കാനായിട്ട്. ആ കഥ ഇവിടെ ചുരുക്കിയതേ ഉള്ളൂ. ഈ പരശുരാമൻ്റെ അവതാരം തന്നെ പറയുന്നുണ്ട് ശ്രീമദ് ഭാഗവതത്തിൽ. അതായത് പണ്ട് ഒരു ഗാധി എന്ന് പറഞ്ഞിട്ടൊരു രാജാവ്, രാജാവിൻ്റെ മകളാണ് സത്യവതി. ഈ സത്യവതിയെ വിവാഹം കഴിക്കണം എന്നുണ്ടെങ്കിൽ യോഗ്യത നിശ്ചയിച്ചു ഗാധി. 1000 ചെവി കുതിരകളെ കൊണ്ടുതരണം. അതെങ്ങനത്തെ കുതിരയാവണം? ഒരു ചെവി മാത്രം ഇരുണ്ട കളറുള്ളത്, അങ്ങനത്തെ കുതിരകൾ ലക്ഷണമൊത്ത കുതിരയാണ് അത്രേ ഉണ്ടെന്നാണ് പറയണം. ഒരു ചെവി മാത്രം ഇരുണ്ടത്, ശ്യാമേകകർണാൻ, ഏകകർണാൻ. ശ്യാമം എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ കറുപ്പ്, നീല, പച്ചക്ക ശ്യാമെന്നാണ് പറയുക.
അപ്പോൾ കറുത്തിരുണ്ട ചെവിയുള്ള ഒരു ചെവി മാത്രം, മറ്റേ ചെവി ഏത് കളറായാലും ഉണ്ടാവും, ചെവി രണ്ടെണ്ണം ഉണ്ടാവും, പക്ഷെ ഒന്നിൻ്റെ കളർ ഇരുണ്ടതായിട്ടുള്ള അത് കൊണ്ടേ കൊടുത്തിട്ടാണ് ഈ അതായത് വിവാഹം കഴിച്ചത്, സത്യവതിയെ വിവാഹം കഴിച്ചത് എന്ന് പറയുകയാണ്. ഋജീകൻ എന്ന് പറഞ്ഞിട്ടുള്ള മഹർഷിയാണ് വിവാഹം കഴിച്ചത്. ഋജീകന് മാത്രമേ ഈ 1000 കുതിരയെ കൊണ്ടേ കൊടുക്കാൻ സാധിച്ചുള്ളൂ, കഥ പറയുന്നുണ്ട്. അങ്ങനെ അതിൽ സത്യവതിയിലും ജമദഗ്നിയിലും ഉണ്ടായതാണ് പരശുരാമൻ എന്ന് പറയുന്നു. ആ സത്യവതിയിൽ ജമദഗ്നിയിലും രേണുകായാം ഹരേ, രേണുകയിലും കൂടിയിട്ട് ഭഗവാൻ ഉണ്ടായി. സഞ്ജാതോ ജമദഗ്നിതോ ഭൃഗുകുലേ ത്വൻ രേണുകായാം ഹരേ രാമോ നാമ തദാത്മജേ ശവരജ പിത്രോരഥാ സംവദം. ആ ജമദഗ്നിയുടെ പുത്രനായിട്ട് രാമൻ ഉണ്ടായി ആണ് പരശുരാമ അവതാരം. തുടർന്ന് കഥ പറയണം. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.